പ്രഗ്നൻസി സമയത്ത് വജൈനൽ ഡിസ്ചാർജിൻ്റെ അളവ് കൂടുന്നതായിട്ട് പല ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇത് പ്രഗ്നൻസിയിൽ ഇത് നോർമലാണോ, ഇത് എപ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്, നമുക്ക് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ക്ഷീണത്തിൻ്റെയൊക്കെ കാരണം ഇതാണോ, ഇനി പ്രഗ്നൻ്റ് അല്ലാത്ത ലേഡീസിൽ വജൈനൽ ഡിസ്ചാർജ് വരുമ്പം എപ്പോഴാണ് അതൊരു കൺസേൺ ആവേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. വെൽക്കം ബാക്ക് ടു ഡോക്ടർ കപ്പിൾ. ഡോക്ടർ മുഫ്സിലയാണ്, ഒലി ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശ്ശേരി, മലപ്പുറം ജില്ല. വജൈനൽ ഡിസ്ചാർജ് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. ചെറിയൊരളവിൽ എല്ലാ സ്ത്രീകൾക്കും ഇതുണ്ടാവും. പ്രത്യേകിച്ചും പ്രഗ്നൻസിയിലൊക്കെ വജൈനൽ ഡിസ്ചാർജിൻ്റെ അളവ് ചെറിയ രീതിയിലൊന്ന് കൂടി കാണാറുണ്ട്. മുമ്പ് നമുക്ക് ഉണ്ടായിരുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് ഡിസ്ചാർജ് കാണുക എന്നുള്ളത് പ്രഗ്നൻസിയിൽ നോർമലാണ്. ഇനി പ്രഗ്നൻ്റ് അല്ലാത്ത ഒരു സ്ത്രീ ആണെങ്കിലും അവരുടെ ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ദിവസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഡിസ്ചാർജിൻ്റെ അളവ് കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓവുലേഷൻ നടക്കുന്ന സമയത്ത്, അണ്ടോൽപാദന സമയത്ത്, അണ്ടവിസർജന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ഡിസ്ചാർജിൻ്റെ അളവ് കൂടാറുണ്ട്. പീരിയഡ്സിനോട് അടുപ്പിച്ച് ചില ആളുകൾക്ക് കൂടാറുണ്ട്. മെൻസസ് കഴിഞ്ഞ് 1-2 ദിവസങ്ങളിലും ചില ആളുകൾക്ക് ഡിസ്ചാർജ് കൂടുന്നതായിട്ട് കാണാറുണ്ട്. ഇനി നമുക്ക് ഭയങ്കരമായിട്ടുള്ള സെക്ഷൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ചില ആളുകൾക്ക് ഡിസ്ചാർജ് കൂടുതലായിട്ട് കാണാറുണ്ട്. ഇതെല്ലാം നോർമലാണ്. നിങ്ങളുടെ ഡിസ്ചാർജ് നോർമലാണോ അല്ലേ എന്നറിയാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നറിയോ? ഏറ്റവും ആദ്യത്തേത് ഇതിൻ്റെ കളർ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും ഇത് വേണ്ടുന്നത് മുട്ടയുടെ വെള്ള പോലെയാണ്, ഒരു ജെല്ല് മാതിരി ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഡിസ്ചാർജ് നമുക്ക് വരേണ്ടത്, നോർമലായിട്ടുള്ളത്. ഇതിൽ നിന്ന് മാറിയിട്ട് ഏത് രീതിയിൽ നിങ്ങൾക്ക് ഡിസ്ചാർജ് ഉണ്ടെങ്കിലും അത് നോർമലാണ്. എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകും. മഞ്ഞ കളറിൽ നിങ്ങൾക്ക് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ, പച്ച കളറിൽ ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ, തൈര് പോലെ നിങ്ങൾക്ക് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ, ബ്രൗൺ കളറിൽ ചാര നിറത്തിലൊക്കെ നിങ്ങൾക്ക് ഡിസ്ചാർജസ് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് എന്തോ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അത് ചിലപ്പോൾ നമുക്ക് ഈ ഒരു പ്രഗ്നൻസിയുടെ ടൈമിലായിരിക്കാം ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത്, അതല്ലാത്ത മറ്റ് സമയങ്ങളിലും ആകാം ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, പീരിയഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്ചാർജസ് കൂടാം കുറയാം, പ്രഗ്നൻസിയിൽ കൂടാം കുറയാം എന്നൊക്കെ. ആ സമയത്താണെങ്കിൽ പോലും ഈ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും കളർ വ്യത്യാസങ്ങൾ, നിറവ്യത്യാസങ്ങൾ നിങ്ങളുടെ വജൈനൽ ഡിസ്ചാർജിന് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ്. നമുക്ക് ഈ ഒരു തൈര് പോലെ ഡിസ്ചാർജസ് ഒക്കെ വരുന്നത് ഈസ്റ്റ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന സമയത്താണ്. ഗ്രീൻ കളറിൽ യെല്ലോ കളറിലൊക്കെ വരുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന സമയത്താണ്. ഇൻഫെക്ഷൻസോട് കൂടിയാണ് നിങ്ങളുടെ ഡിസ്ചാർജ് വരുന്നതെങ്കിൽ മിക്കവാറും കേസസിൽ അവർക്ക് ഇച്ചിങ് ഉണ്ടാവും. വജൈനയിൽ യോനിയുടെ ഭാഗത്ത്, പ്രൈവറ്റ് പാർട്സിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഇച്ചിങ് ഉണ്ടാവും. ചില ആളുകൾക്ക് ചൊറിഞ്ഞ് അവിടെ ആ പ്രൈവറ്റ് പാർട്സ് എല്ലാം പൊട്ടിയിട്ടിരിക്കുന്നത് കാണാം. ചില ആളുകൾക്ക് ഒരു വൈറ്റ് കോട്ടിങ് പോലെ പ്രൈവറ്റ് പാർട്സിൻ്റെ അവിടെയൊക്കെ കാണാം. ചില ആളുകൾക്ക് ചെറിയ പിമ്പിൾസ് മാതിരി കാണാം. ഡിസ്ചാർജ് കുറേ നാൾ നിന്ന് വളരെ അഴുകിയ രീതിയിൽ പ്രൈവറ്റ് പാർട്സ് ആകുന്ന സ്ത്രീകളും ഉണ്ടാവാറുണ്ട് കേട്ടോ. പ്രോപ്പറായിട്ട് കെയർ ചെയ്യാഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക് ഇത് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിങ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിനെ കാണേണ്ടതാണ്. നിങ്ങളുടെ ഡിസ്ചാർജിന് സ്മെല്ല്, ചീത്ത സ്മെല്ല് വരെ, അതായത് ഭയങ്കര, ചില ആളുകളൊക്കെ പറയും, ഡോക്ടറെ ഞാൻ ബാത്റൂമിൽ പോയി വന്നു കഴിഞ്ഞാൽ അടുത്ത ഒരാൾ ആ ബാത്റൂമിൽ കയറണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാണ്. കാര്യം അത്രയും സ്മെല്ല് വരുവാണ്. ലൈക്ക് എങ്ങനെ സ്മെല്ലെന്ന് പറയുമ്പം മീനെല്ലാം അഴുകി കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു സ്മെല്ലുണ്ടല്ലോ, അത്രയും ദുർഗന്ധം ഈ ഡിസ്ചാർജിന് വരുന്നുണ്ട് ഡോക്ടറെ. അല്ലെങ്കിൽ ഈ കോണില്ലേ, നമ്മുടെ സ്വീറ്റ് കോണിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരുന്ന ഡിസ്ചാർജസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ, ഏത് രീതിയിൽ നിങ്ങളുടെ ഡിസ്ചാർജിന് ചീത്തയായിട്ടുള്ള സ്മെല്ലുണ്ടെങ്കിലും അത് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നിങ്ങൾക്ക് വയറുവേദന അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറിനെ കാണേണ്ടതാണ്. ഇനി എങ്ങനെയുള്ള ആളുകളിലാണ് ഡിസ്ചാർജസ് കൂടുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. റെഗുലറായിട്ട് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, ഹോർമോൺ പിൽസ്, കമ്പൈൻഡ് പിൽസ് ഉണ്ടല്ലോ, പ്രൊജസ്ട്രോൺ എസ്ട്രജൻ കോമ്പിനേഷൻസിൽ വരുന്ന പിൽസ് കഴിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് അബോർഷൻസ് നടന്നിട്ടുള്ള ഒരാളാണെങ്കിലും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങൾ കോപ്പർട്ടി ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ചാർജിൻ്റെ പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. മിക്കവാറും സ്ത്രീകളിൽ കോപ്പർട്ടി ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു വയറുവേദനയോടുകൂടി, ലോവർ ആബ്ഡമൻ പെയിൻ, നാഭിവേദനയോടുകൂടിയുള്ള ഡിസ്ചാർജ് കാണാറുണ്ട്. ഇനി പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, പ്രൈവറ്റ് പാർട്സ് എപ്പോഴും ഭയങ്കര നല്ല സ്മെല്ല് ഉണ്ടാവണം എന്നുള്ളത്. ഒരുപക്ഷെ ആ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ പാഡുകളുടെയൊക്കെ പരസ്യത്തിൽ നിന്നൊക്കെ വന്നതാകാം. കാര്യം പാഡുകളൊക്കെ ഭയങ്കര സ്മെല്ല് ഉള്ളതായിട്ട്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള സുഗന്ധം ഉള്ള സ്മെല്ലുകൾ വരുന്ന പെർഫ്യൂംഡ് ആയിട്ടുള്ള പാഡുകൾ വരാറുണ്ട് എപ്പോഴും അല്ലേ. നമ്മളൊക്കെ ചെറുതായ ഒരു ടൈം തൊട്ടേ വിസ്പർ പോലെയുള്ള ബ്രാൻഡുകളുടെയൊക്കെ പരസ്യങ്ങൾ ടി വിയിൽ കാണിക്കുമ്പോൾ തന്നെ ഒരു പെൺകുട്ടി കടന്നു വരുന്നു, ചുറ്റിലും പൂക്കളുടെ ഫ്രാഗ്രൻസ് വരുന്നു. ആ ഒരു രീതിയിലാണ്
ഇതിൻ്റെയൊക്കെ പരസ്യങ്ങൾ പണ്ട് മുതലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ ആയിരിക്കാം ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യുന്നത് സെൻറ്റഡ് ആയിട്ടുള്ള പെർഫ്യൂംഡ് ആയിട്ടുള്ള പാഡുകളാണെങ്കിൽ, റെഗുലറായിട്ട് നിങ്ങളത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെയുള്ള വൈപ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് വജൈനൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കുക. വജൈനയ്ക്ക് അങ്ങനെ ഭയങ്കര സുഗന്ധം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചീത്ത സ്മെല്ലില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഈ വി വാഷ്, വജൈനൽ ഡ്യൂഷസ്, വി വാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ബ്രാൻഡ് മാത്രമൊന്നുമല്ല, പല ബ്രാൻഡുകൾ ഇതിൽ അവൈലബിൾ ആണ്. വജൈന ക്ലീൻ ചെയ്യാനായിട്ടുള്ള പല രീതിയിലുള്ള കെമിക്കൽസ്, ലോഷൻസ് ഒക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതൊന്നും വാങ്ങി യൂസ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങളുടെ വജൈനക്ക് അതിനെ സ്വയം ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. അതിൻ്റെ ഒരു ക്ലീനിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എഗ് വൈറ്റ് പോലെയുള്ള, മുട്ടയുടെ വെള്ള പോലെയുള്ള ആ ഒരു ഡിസ്ചാർജ് തന്നെ വരുന്നത്. അപ്പം നമ്മൾ പിന്നെ എക്സ്ട്രാ അതിനെ എഫേർട്ട് ഇട്ട് കഴുകി വൃത്തിയാക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ വജൈന ക്ലീൻ ആവട്ടെ എന്ന് കരുതി നിങ്ങൾ ഈ പറഞ്ഞ വാഷസോ ഡ്യൂഷസോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ടതായിട്ടില്ല. ഇനി നിങ്ങൾ കുളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറമേയുള്ള ഭാഗം മാത്രം സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകാവുന്നതാണ്. അതല്ലാതെ വേറെ എക്സ്ട്രാ ക്ലീനിങ്, റിൻസിങ് ഒന്നും വജൈനയിൽ ആവശ്യമില്ല. മൂത്രം ഒഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്സിന് ശേഷം എപ്പോഴും പ്രൈവറ്റ് പാർട്സ് സാധാരണ നമ്മുടെ ടാപ്പിൽ നിന്ന് വരുന്ന പച്ചവെള്ളം ഒഴിച്ച് കഴുകാനായിട്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ദീർഘനാളുകളായിട്ട് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ, ടെൻഷൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വജൈനൽ ഡിസ്ചാർജസും ഇൻഫെക്ഷൻസും കൂടാനുള്ള സാധ്യത കൂടുതലാണ്. പലപ്പോഴും എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, അതിൻ്റെ കാരണം ഈ ഡിസ്ചാർജാണെന്ന് പറയാറുണ്ട് പല ആളുകളും. കുറേ നാളായി ഡോക്ടറെ എനിക്ക് ഈ വെള്ളപ്പൊക്കിൻ്റെ പ്രശ്നം തുടങ്ങിയിട്ട്, അസ്ഥിയുരുക്കത്തിൻ്റെ പ്രശ്നം തുടങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണമാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ ശരിക്കും അവരുടെ ശാരീരികമായിട്ടുള്ള മറ്റെന്തെങ്കിലും ക്ഷീണത്തിൻ്റെ ഭാഗമായിട്ട്, മാനസികമായിട്ടുള്ള സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ലൂക്കോറിയ അല്ലെങ്കിൽ അസ്ഥിയുരുക്കം വന്നിട്ടുണ്ടാവുക. നേരെ തിരിച്ചായിരിക്കും കാരണം. പിന്നിലുള്ള കാരണം ഇതും അതിൻ്റെ റിസൾട്ടായിട്ട് വന്നതുമായിരിക്കാം ലൂക്കോറിയ. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് തൈറോയിഡ് രോഗികളിൽ, ഹൈപ്പോ തൈറോയിഡിസം പേഷ്യൻസിലും ഹൈപ്പർ തൈറോയിഡിസം പേഷ്യൻസിലും കാണാറുണ്ട് കേട്ടോ. ഡിസ്ചാർജിൻ്റെ അളവ് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. ഒരുപാട് മെഡിസിൻസ് ഒക്കെ അവരെടുത്തിട്ടുണ്ടാകും, ലോക്കൽ ആപ്ലിക്കൻസ് എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടാകും, വജൈനയുടെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുന്ന മെഡിസിൻസ് ഒക്കെ ട്രൈ ചെയ്തിട്ടും മാറാത്ത കേസസ് പലപ്പോഴും നമ്മുടെ അടുത്ത് എത്തുമ്പം നമ്മൾ അവരെ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് വിടും. ആ ഒരു സമയത്ത് അത് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് തൈറോയ്ഡ് പല കേസസിലും ആദ്യമായിട്ട് ഡിറ്റക്റ്റ് ചെയ്യപ്പെടുന്നത് പോലും. അപ്പോൾ അതുപോലെ തൈറോയ്ഡ് അസുഖങ്ങളെ കൊണ്ട് നമുക്ക് വരാം മറ്റെന്തെങ്കിലും ക്രോണിക് അസുഖങ്ങൾ, ദീർഘനാളായിട്ട് നമുക്കുള്ള അസുഖങ്ങൾ, പ്രത്യേകിച്ച് ഷുഗർ രോഗം പോലുള്ള അസുഖങ്ങളിൽ വരാം. ഇനി അതല്ലാതെ നമ്മൾ ഒരുപാട് ഉറക്കമൊഴിച്ച് സ്ട്രെസ് എടുത്ത് നമ്മൾ എക്സാംസോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ കുറേ നാളായിട്ട് എന്തെങ്കിലും സ്ട്രെസ്സുകൾ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഡിസ്ചാർജസ് വരാം. കീമോതെറാപ്പി ചെയ്യുന്ന പേഷ്യൻസിലും ഈ ഒരു ഡിസ്ചാർജിൻ്റെ അളവ് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ പാൻറ്റീസ് അല്ലെങ്കിൽ അണ്ടർവെയറിൻ്റെ ഒക്കെ അലർജി ആയിട്ടും ഇത് വരാൻ കേട്ടോ. അപ്പോൾ ഈ നൈലോണിൻ്റെ അല്ലെങ്കിൽ പോളിസ്റ്ററിൻ്റെ ഒക്കെ മെറ്റീരിയൽ കൊണ്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അതുകൊണ്ടാണോ വരുന്നതെന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പുതിയ ഡ്രസ്സൊക്കെ യൂസ് ചെയ്തതിന് ശേഷമാണോ ഇത് വന്നതെന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് എന്തെങ്കിലും സോപ്പോ ഡിറ്റർജൻറ്റിൻ്റെ ഒക്കെ അലർജി കൊണ്ട് വന്നതാണോ എന്ന് നോക്കുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിന് കൂടുതലായിട്ട് ഡിസ്ചാർജസ് വരാനും ഇൻഫെക്ഷൻസ് വരാനും ഒക്കെ സാധ്യതയുള്ള ഒരു കൂട്ടം ആളുകളെ പറ്റിയാണ് പറഞ്ഞത്. പ്രഗ്നൻസിയിൽ ഇത് കൂടുതലായിട്ട് വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, നമുക്ക് പ്രഗ്നൻസിയിൽ ഓൾറെഡി ഹോർമോണൽ ചേഞ്ചസ് അല്ലെ, വലിയ രീതിയിലുള്ള ഹോർമോണൽ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പ്രഗ്നൻസി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വജൈനയിലുള്ള നോർമൽ ബാക്ടീരിയൽ ഫ്ലോറയ്ക്കൊക്കെ ചിലപ്പം തകരാറുകൾ സംഭവിച്ചേക്കാം. അതുകൊണ്ടായിരിക്കാം ആ ഒരു സമയത്ത് ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് വരുന്നത്. ഇനി മാത്രമല്ല, നമുക്ക് പ്രഗ്നൻസിയിൽ എപ്പോഴും ഇമ്മ്യൂണിറ്റി പല ആളുകൾക്കും കുറച്ചൊന്ന് കുറഞ്ഞു കാണാറുണ്ട്. അതുകൊണ്ട് അവർക്ക് റെക്കറൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂത്രപ്പഴുപ്പ് പോലെ ബുദ്ധിമുട്ടുകൾ പ്രഗ്നൻസിയിൽ കാണാറുണ്ട്. അങ്ങനെ നിങ്ങൾ ദീർഘനാളായിട്ട് ഇത്തരം ഇൻഫെക്ഷൻസുമായിട്ടും ഡിസ്ചാർജിൻ്റെ കുറേ കൂടുതൽ അളവിൽ ഡിസ്ചാർജൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേത് നമ്മുടെ വ്യക്തി ശുചിത്വം തന്നെയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മൾ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ടാപ്പിലെ പച്ചവെള്ളം കൊണ്ട് പ്രൈവറ്റ് പാർട്സ് കഴുകി വൃത്തിയാക്കുക. സെക്സിന് ശേഷം ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് പ്രൈവറ്റ് പാർട്സ് ക്ലീൻ ആക്കി വെക്കുന്നത് നല്ലതാണ്. ഒരു കാരണവശാലും സോപ്പോ വാഷസോ ഡ്യൂഷസോ യൂസ് ചെയ്ത് പ്രൈവറ്റ് പാർട്സ് ക്ലീൻ ചെയ്യാതിരിക്കുക. കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്ത് അവിടെ പ്രത്യേകിച്ച് ഉൾഭാഗത്തേക്കൊന്നും ക്ലീൻ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ളത് അറിയാം. രണ്ടാമത്തത്, നമ്മൾ യൂസ് ചെയ്യുന്ന അണ്ടർ ഗാർമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. കോട്ടൻ്റെ മെറ്റീരിയൽ മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ അതിൽ നൈലോണിൻ്റെ പോലെ പോളിസ്റ്ററിൻ്റെ പോലെയുള്ള മെറ്റീരിയൽസ് കൊണ്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യാണ്ടിരിക്കുക. യൂസ് ചെയ്യുന്ന അണ്ടർ ഗാർമെൻറ്റ്
ഒരു തവണ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 24 hours കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ അണ്ടർ ഗാർമെൻറ്റ് ഇടുന്ന സിറ്റുവേഷൻസ് ഇല്ലാണ്ടിരിക്കുക. എത്ര കുറച്ച് സമയമാണ് നമ്മൾ യൂസ് ചെയ്തതെങ്കിലും ഒരു തവണ ഇട്ട് അഴിച്ച് ഇട്ട സാധനം, അത് അഴിച്ചിട്ട് നമ്മൾ എയറുമായിട്ട് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞ ഒരു സാധനം വീണ്ടും അതിന് എടുത്തിടാണ്ടിരിക്കുക. ചിലപ്പോൾ നമ്മൾ ഒരു 1/2 hour മുന്നേ ഇട്ടതായിരിക്കാം, എന്നാൽ പോലും നമ്മളത് കുറച്ച് സമയം എയറുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് വീണ്ടും എടുത്തിടാണ്ടിരിക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. പിന്നെ ഒരു കാര്യം, നനഞ്ഞ അണ്ടർ ഗാർമെൻറ്റ്സ് ഒരു കാരണവശാലും ഇടരുത്. അണ്ടർ ഗാർമെൻറ്റ്സ് നിങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ, കഴുകി കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും വെയിലുള്ള സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിട്ട് ആറിയിട്ട് ഉണക്കുക. ഇനി അങ്ങനെ നിങ്ങൾക്ക് വെയിലൊന്നും കിട്ടാത്തൊരു സിറ്റുവേഷനാണ്, നിങ്ങൾ താമസിക്കുന്നത് ഒരു ഹോസ്റ്റലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ അതിനുള്ളൊരു സൗകര്യങ്ങളൊക്കെ ഇല്ല എങ്കിൽ അയൺ ചെയ്ത് മാത്രം അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങൾ 10 മുതൽ 12 ഗ്ലാസ് വരെയെങ്കിലും വെള്ളം ഡെയിലി കുടിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തലാണ്. ഭക്ഷണത്തിൽ നിങ്ങൾക്ക് ഒരു നേരം തൈര് ഉൾപ്പെടുത്തുന്നതും വജൈനയിൽ ബാക്ടീരിയാസ്, നോർമൽ ബാക്ടീരിയാസിൻ്റെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യും. ലാക്ടോബാസിലസ് എന്നുള്ള ബാസിലസ് ആണ് അല്ലെങ്കിൽ ബാക്ടീരിയകളാണ് നമ്മുടെ വജൈനയിൽ നോർമലി വേണ്ടുന്നത്. അതിൻ്റെ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യാൻ, വർദ്ധിപ്പിക്കാൻ, അവർക്ക് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമ്മളൊരു നേരം ഭക്ഷണത്തിൽ തൈര് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഉച്ച നേരത്താണ് തൈര് കഴിക്കാനായിട്ട് നല്ലത്. ഗർഭിണികൾക്ക് വളരെ ഉത്തമമാണ് ഉച്ചനേരത്ത് ഭക്ഷണത്തിൻ്റെ കൂടെ തൈര് കഴിക്കുക എന്നുള്ളത്. ഭക്ഷണത്തിൽ ഒരുപാട് വറുത്തത്, പൊരിച്ചത്, പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ, ഒരുപാട് സ്വീറ്റ്സൊക്കെ കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഡിസ്ചാർജസ് ഉള്ള സമയത്താണെങ്കിലും പ്രഗ്നൻസിയിലാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. നന്നായിട്ട് ചൊറിച്ചിലുള്ള, അതായത് ഡിസ്ചാർജിന് ചൊറിച്ചിലുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, പ്രൈവറ്റ് പാർട്സിൽ ഇച്ചിങ് ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന 1-2 ടിപ്സ് കൂടി പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തത് ആര്യവേപ്പിൻ്റെ ഇലയില്ലേ, ആര്യവേപ്പിൻ്റെ ഇല, നീമിൻ്റെ ലീവ്സിന് ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ആൻറ്റിവൈറൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇല എടുത്ത് നന്നായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. ആ തിളച്ച വെള്ളം ചൂടാറിയ ശേഷം, വേണമെങ്കിൽ നേരെ ചൂടാവും നമുക്ക്, ആ ഒരു നേരിയ ചൂടിൽ നിങ്ങൾക്ക് കുളിക്കുന്നതിന് മുന്നേ ഒരു 5 മിനിറ്റ് ഒരു വട്ടപാത്രത്തിലൊക്കെ വെച്ചിട്ട് ഇരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ മൂത്രമൊഴിച്ച് കഴുകുന്ന ഒരു സമയത്ത് ആ ഒരു വെള്ളം കൊണ്ട് കഴുകാനായിട്ട് ട്രൈ ചെയ്യുക. അതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ ആ ഒരു ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് എല്ലാം ഉള്ളതുകൊണ്ട് ചൊറിച്ചിൽ കുറയ്ക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തേക്കാം. രണ്ടാമത്തത് മല്ലിയുടെ വെള്ളമാണ്. മല്ലിയുടെ വെള്ളം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 1.5 ടീസ്പൂണ് മല്ലിയുടെ മണികൾ സോക്ക് ചെയ്ത് വെക്കുക. രാത്രി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം അത് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെക്കുക. രാവിലെ അത് അരിച്ചെടുത്ത് ആ ഒരു വെള്ളം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. റെഗുലറായിട്ടൊരു 1 വീക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇതുകൊണ്ട് നിങ്ങൾക്ക് മാറിയിട്ടില്ലെങ്കിൽ, റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ ഉപയോഗം നിർത്തി വെച്ച ശേഷം ഡോക്ടറെ കാണുക. മല്ലിയുടെ വെള്ളമൊന്നും പൊതുവെ പ്രഗ്നൻറ്റ് ലേഡീസിന് സജസ്റ്റ് ചെയ്യാറില്ല കേട്ടോ, അല്ലാത്ത ആളുകളോടാണ് അത് പറഞ്ഞിട്ടുള്ളത്. പൊതുവേ ഇതേപ്പറ്റിയുള്ള കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട്. ഒന്ന്, അച്ചാറ് പോലെയുള്ള പുളിയുള്ള സാധനങ്ങൾ കഴിക്കുന്നത് കൊണ്ടാണ് ഡിസ്ചാർജ് വരുന്നത് എന്ന് പറയാറുണ്ട്. അതിന് യാതൊരു രീതിയിലുള്ള എവിഡൻസസും ഇല്ല. പക്ഷേ ചില ആളുകൾക്ക് ഈ ഡിസ്ചാർജസ്, ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള സമയത്ത് ഇതുപോലെ അച്ചാറുകളൊക്കെ കഴിക്കുന്ന സമയത്ത്, ഒരുപാട് എരിവ്, പുളിയുള്ളത്, വിനെഗറൊക്കെ ഉള്ളത് കഴിക്കുന്ന സമയത്ത് ഡിസ്ചാർജ് കൂടുന്നതായിട്ട് കാണാറുണ്ട്. അത്തരം കേസസിൽ വേണമെങ്കിൽ അതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് ഒഴിവാക്കാമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ അച്ചാർ ഒരു പ്രോബയോട്ടിക് ആണ്. പ്രൊവൈഡഡ് നിങ്ങൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരുപാട് കളേഴ്സും പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്തിട്ടുള്ള അച്ചാറല്ല, നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന അച്ചാറൊക്കെ സേഫായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം പറയാറുള്ളത്, ഡിസ്ചാർജ് ഉള്ള ആളുകൾ ഒരിക്കലും വണ്ണം വെക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയുമില്ല. നിങ്ങൾ വണ്ണം വെക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈറോയ്ഡ് പോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഹൈപ്പർ തൈറോയിഡിസം പോലെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റബോളിസത്തിൽ, നിങ്ങളുടെ ദഹന പ്രക്രിയയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യുക. അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നിങ്ങൾക്ക് വിശപ്പില്ലായ്മ, ഉറക്കമില്ലായ്മ ഒക്കെ ഈ ഡിസ്ചാർജ് കൊണ്ട് വരുന്നതാണ് എന്ന് പല ആളുകളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അത് നേരെ തിരിച്ചാണെന്നുള്ളത് മനസ്സിലാക്കുക. അസ്ഥിരിക്കം എന്നൊരു പേര് ഇതിനുണ്ടെങ്കിലും ഇതിന് നമ്മുടെ ശരീരത്തിലെ അസ്ഥികളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് അറിയാം. നമ്മുടെ അസ്ഥികൾ ഉരുകി വരുന്നതൊന്നുമല്ല, നമ്മുടെ വജൈനയിലുള്ള അവിടുത്തെ മ്യൂക്കസ് ഡിസ്ചാർജ് മാത്രമാണിത്. വിട്ടുമാറാത്ത കേസസിലൊക്കെ ചിലപ്പോൾ നമുക്ക് സ്കാനിങ്ങിനൊക്കെ വിടേണ്ടി വരാറുണ്ട്. മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് കാരണമാണോ ഇത് വരുന്നത് എന്ന് അറിയാനായിട്ടാണ് നമ്മൾ ഈ ഒരു സ്കാനിങ്ങിന് വിടുന്നത്. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, അതായത് PID, അല്ലെങ്കിൽ നമ്മുടെ ഗർഭപാത്രത്തിലെ നീർക്കെട്ട് എന്നൊക്കെ പറയുന്ന രോഗാവസ്ഥയിൽ വളരെ കോമൺ ആയിട്ട് ഈ ഒരു കണ്ടീഷൻ കാണാറുണ്ട്. ഹൈഡ്രോസാൽപിങ്സ്, അതായത് ഫലോപ്പിയൻ ട്യൂബിൻ്റെ അവിടെയുള്ള നീർക്കെട്ട്, അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസ്, നമ്മുടെ പ്രൈവറ്റ് പാർട്സിന് ബാധിക്കുന്ന ട്യൂബർക്കുലോസിസിലൊക്കെ ഈ ഒരു ഡിസ്ചാർജിൻ്റെ പ്രോബ്ലംസ് കൂടുതലായിട്ട് കാണാറുണ്ട്.
വജൈനയിലെ ഇൻഫെക്ഷൻസ് അല്ലാതെ ഇത്തരം കണ്ടീഷൻസിലാണ് നമ്മൾ ഈ ഒരു ഡിസ്ചാർജിൻ്റെ പ്രോബ്ലംസ് കൂടുതലായിട്ട് കാണാറുള്ളത്. അപ്പോൾ എന്താണ് പ്രോബ്ലം എന്നറിയാൻ ചില കേസസിൽ ഇങ്ങനെയുള്ള ഇമേജിങ് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വജൈനൽ ഡിസ്ചാർജിന്, അത് നിങ്ങൾക്ക് ഇൻഫെക്ഷൻസ് ആയിക്കോട്ടെ, കാൻഡിഡിയസിസ് ആയിക്കോട്ടെ, ഇനി ട്രൈക്കോമോണാസ് ഇൻഫെക്ഷൻസ് ആയിക്കോട്ടെ, ചൊറിച്ചിലുള്ളതായിക്കോട്ടെ ഇല്ലാത്തതായിക്കോട്ടെ, സ്മെല്ലുള്ളതായിക്കോട്ടെ ഇല്ലാത്തതായിക്കോട്ടെ, പ്രഗ്നൻസിയിലുള്ളതായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ, ചെറിയ കുട്ടികൾക്ക് വരാറുണ്ട് കേട്ടോ. വേംസിൻ്റെ കംപ്ലയിൻറ്റ്, കൃമിയുടെ ശല്യമൊക്കെ ഉള്ള കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരം കുട്ടികളിലാവട്ടെ ഒക്കെ ഉള്ള കേസസിൽ നമുക്ക് ഹോമിയോപ്പതിക് മെഡിസിൻസ് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റാറുണ്ട്. സംശയങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഡോക്ടർ മുഫ്സിലയാണ്, ഒലി ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശ്ശേരി, മലപ്പുറം ജില്ല. ഉപകാരപ്പെടുന്ന ഇൻഫർമേഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.